രണ്ട് വാഹനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കയറിയിറങ്ങിയത്. രണ്ട് വാഹനങ്ങൾ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയാണിത്. തീർച്ചയായും നിങ്ങൾ ഇത് കേൾക്കണം. ഒരു രാത്രി ഒരു 65 വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു റോഡിലൂടെ പോകുമ്പോൾ എന്തോ ഒന്ന് ചെറുതായി തട്ടി അയാൾ തെറിച്ചു വീണു. തെറിച്ചു വീണ അദ്ദേഹത്തിൻ്റെ മേലെ വാഹനങ്ങൾ കയറിയിറങ്ങി. ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനുണ്ടായിട്ടില്ല. ഒരു മൃഗങ്ങളായിരുന്നെങ്കിൽ പോലും നമ്മളങ്ങ് മാറ്റിക്കിടത്തും. സുബ്ഹാനല്ലാഹ്, എന്തൊരു ലോകമാണിത്! എല്ലാവരുടെയും ജീവിതത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് മരണമാണെന്ന് നമ്മൾ ഓർക്കണം. കഴിഞ്ഞ ദിവസം ഇരട്ടിയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട ഗോപാൽ, 65 വയസ്സ്. 30 വർഷം മുന്നേ നാടുവിട്ട ഗോപാലട്ടൻ ഇരട്ടിയിലായിരുന്നു താമസം. കഴിഞ്ഞ ദിവസം രാത്രി ചാറ്റൽ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ എന്തോ ഒന്നിൽ തട്ടി റോഡിലേക്ക് തെറിച്ചു വീണു. രണ്ട് വാഹനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കയറിയിറങ്ങിയത്. രണ്ട് വാഹനങ്ങൾ. വാഹനങ്ങൾ നിർത്താതെ തിരിഞ്ഞു നോക്കാതെ പോവുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട വ്യക്തിയെ ഇരട്ടി പോലീസും നാട്ടുകാരും പരിയാരത്തേക്ക് എത്തിക്കുകയായിരുന്നു. ട്രീറ്റ്മെൻറ്റ് കഴിയവേ അദ്ദേഹം മരണപ്പെട്ടു. വർഷങ്ങളായി നാട്ടിൽ ബന്ധമില്ലാത്ത ഗോപാലട്ടൻ്റെ ബന്ധുക്കളെ കണ്ടെത്താൻ ഇരിട്ടി പോലീസിൻ്റെ സഹായത്തോടെ സാധിച്ചു. മരണവിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അടിമാലിയിലെ അനുജനും അയ്യപ്പനും മകൻ ജിഷുവും രാവിലെ പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലെത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബോഡി വിട്ടുകിട്ടിയാൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രയാസം അറിയിച്ചു. ഈ വിഷയം പോലീസ് പരിയാരത്തെ പ്രവർത്തകരായ CH സെന്റർ പരിപാലന കമ്മിറ്റി കൺവീനർ PV അബ്ദുൽ ഷുക്കൂറിനെ അറിയിച്ചു. ഉടൻ തന്നെ CH സെന്റർ ചീഫ് കോർഡിനേറ്റർ നജ്മുദ്ദീൻ പിലാത്തറ, ഷുഹൈൽ കുപ്പം, അബ്ദുള്ള ഓണപ്പറമ്പ് എന്നിവർ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയും ബോഡി ഏറ്റെടുത്ത് അവരുടെ മത ആചാരപ്രകാരം തന്നെ മറവ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു. റാഹിസും കുള്ളപ്പുറും പൊതുശ്മശാനത്തിൻ്റെ ചാർജുള്ള ബാലേട്ടൻ്റെ സഹായത്തോടു കൂടി അടക്കം ചെയ്യുകയും ചെയ്തു. ഇടുക്കി അടിമാലിയിലെ അച്യുതൻ്റെയും ഭവാനിയുടെയും മകനാണ് മരണപ്പെട്ട ഗോപാലൻ. മകൻ ഷാജി, ഭാര്യ പരേതനായ സരസമ്മ. പരിയാരം CH സെന്റർ ഇങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ, ഡയാലിസിസ് സെന്റർ തുടങ്ങിയ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ആശുപത്രി കേന്ദ്രീകരിച്ച് ചെയ്യുന്നുണ്ട്. പരിയാരം CH സെന്ററിൻ്റെ ഭാരവാഹികൾക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് ആ കുടുംബം പറയുകയുണ്ടായി. ഇതുപോലുള്ള മുഹൂർത്തങ്ങൾ ഒരുപാട് രോഗികൾക്കുണ്ടായിട്ടുണ്ട്. CH സെന്ററിൻ്റെ ഉപകാരപ്രദമായ നീക്കങ്ങൾ നാടെങ്ങും പരക്കുകയാണ്. ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാലം ഒരുപാട് അവസരങ്ങൾ നമുക്ക് തരും, ചിലരെ മനസ്സിലാക്കാനും പഠിക്കാനും. ഇവിടെ CH സെന്റർ നിങ്ങൾക്ക് അവസരങ്ങളാണ് തരുന്നത്. മറ്റുള്ളവരുടെ മനസ്സ് വേദനിച്ചാൽ അത് മനസ്സിലാക്കുന്ന മറ്റൊരു മനസ്സ് ഇവിടെയുണ്ട്. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ പരിഹാരം. അത് CH സെന്റർ ഉത്തമമായ മാർഗം തന്നെയാണ്. എന്തായാലും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, നമ്മുടെ CH സെന്ററിനും എല്ലാവർക്കും പടച്ചവൻ്റെ അനുഗ്രഹവും ബർക്കത്തും ഇസ്സത്തും ഹിമ്മത്തും എല്ലാം ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.